ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടെയിൽസ്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് അൽബേനിയയിലെ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ബേറത്ത് എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാട്ടിൽ നിന്ന് UK നമ്മൾ കാറൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമ്മളിനി ഒരു റെൻ്റൽ കാർ എടുക്കാൻ പോവാണ്. ഒരു 3-4 ഡേയ്സും കൂടെ നമ്മളിവിടെ ഉണ്ട്. അപ്പം നമ്മൾ കാറിലായിരിക്കും തിരാനയിൽ നിന്ന് ബേറത്തിലേക്ക് പോകുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ഡാൽട്ടി മൗണ്ടൻസ്. നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഫസ്റ്റ് ടൈമാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡ്രൈവിംഗ് ചെയ്യുന്നത്. ഇപ്പോഴാണ് മാഷ എന്നെ കാണുന്നത്. വീടിനോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പൊ എങ്ങനെയാ 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ടു ബേറത്ത്. എന്താ ഓർമ്മ വരുന്നു ഈ പാട്ട് കേൾക്കുമ്പോ? എന്റെ ഫോണിന്റെ കോളർ ട്യൂൺ ആയിരുന്നു ഗൈസ്. അത് ഇപ്പോഴും അത് തന്നെയാണ്. ഇതുവരെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ബേറത്ത് 1000 ജനാലകളുള്ള നാട്, അഥവാ ലാൻഡ് ഓഫ് 1000 വിൻഡോസ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ചില ട്രിപ്പൊക്കെ എങ്ങനെയാണ്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ചാലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡിസപ്പോയിന്റഡ് ഒന്നും ആവാൻ പാടില്ല. പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചു തരുന്നതൊക്കെ. ഈ നശിച്ച മഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ അല്ലേ. ലൈഫിൽ അൺസർട്ടനിറ്റീസ്, നീ മാറിയിരുന്ന് കരഞ്ഞോ, ഞാനിപ്പുറത്ത് പോകാൻ കിടക്കും. ലൈഫിൽ അൺസർട്ടനിറ്റീസ് ഒക്കെ വരും ഗൈസ്. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ നടക്കുവാണെങ്കിൽ അതിലൊരു സുഖമില്ലല്ലോ. ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, എത്ര നേരം വരെ നിൽക്കാൻ പറ്റുമെങ്കിലും അത്രയും നേരം വരെ നിന്ന് ഈ മഴ മാറുമോ നോക്കും. മഴ മാറുവാണെങ്കിൽ എല്ലാം കവർ ചെയ്തിട്ട് നമ്മളിവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നതാണ് ഓട്ടോമാൻ എംപയറിൻ്റെ ആർക്കിടെക്ചർ. ഇത് ഒരുപാട് വർഷം 2400 ഇയേഴ്സ് പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. ആൻഡ് ക്യാൻ യു ബിലീവ് ഇപ്പോഴും അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒസം എന്ന് പറയുന്ന നദി ഈ സിറ്റീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഈ ലാൻഡ് ഓഫ് ഫ്ലോട്ടിംഗ് വിൻഡോസ് എന്ന് പറയുന്നത് ഗോറിക്ക എന്ന് പറയുന്ന സൈഡിലാണുള്ളത്. അത് ഫേസിങ് ടു ഇപ്പുറത്തെ സൈഡിനെ പറയുന്നത് മംഗളേമി എന്നാണ്. അപ്പോൾ ഇങ്ങനെ 2 സ്ഥലമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ക്രിസ്ത്യൻസിനെ ഒരു സൈഡിലും മുസ്ലിംസിനെ അപ്പുറത്ത് ഗോറിക്ക എന്ന് പറയുന്ന സൈഡിലും അങ്ങനെയായിരുന്നു അവരവിടെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇത്രയും മതസൗഹാർദ്ദമായിട്ട് ഒരു വഴക്കുകളോ അങ്ങനെ ഇതൊന്നും ഇല്ലാതെ കുറേ വർഷങ്ങൾ അവർ പോയി. ഏതാണ്ട് 5-6th സെഞ്ച്വറി തൊട്ട് ഇവിടെ ആൾക്കാരുടെ പോപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഗോറിക്കയും മംഗളേമിയും കണക്ട് ചെയ്യുന്ന ഒരു ഗോറിക്ക ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും ഒസം റിവറിന് മേളിലൂടെ. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് കാസലിലേക്കാണ്. നമ്മൾ മേളിലേക്ക് ഹെഡ് ചെയ്യുവാണ്. ഇങ്ങനെ ഫുൾ കുണുങ്ങി ഉള്ള പോക്കാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ട് ഫുൾ ഷേക്ക് ആവും. അപ്പം ഞാൻ ഓർക്കുന്നതാണ് നമ്മളെ കാണിക്കും ഇങ്ങനെ മെമ്മറി ഇല്ല. ഇതാണ് നമ്മൾ കയറി വന്ന കയറ്റം. കാസലിൻ്റെ അങ്ങോട്ടേക്ക് ഹെഡ്. ഇതാരാ കൊന്നെത്തും? എൻ്റെ അടുത്തോട്ട് വരല്ലേ അമ്മ, എനിക്ക് പേടിയാ. പാച്ചോ നിനക്ക് വയ്യേ?
എനിക്ക് കൊണ്ട് കരടീനെ കണക്കുന്നത് ഒന്നും പേടിയാവുന്നു വരുന്നു. യെസ്. യു ഇതെന്താണ് എല്ലാത്തിനും അഴിച്ചു വിട്ടിരിക്കുന്നത്? ഒരു കുതിര. അമ്മേ വേണ്ട വേണ്ട, എനിക്ക് താല്പര്യമില്ല. എന്താ ഈ കാസിൽ ഇഷ്ടപ്പെടണ്ട. ടോബിനെ മാത്രമേ ഞാൻ അടുപ്പിക്കത്തുള്ളൂ. 4ാം സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഈ ബേറത്ത് കാസിൽ 2008 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ്. വളരെ ചെറുപ്പം തൊട്ട് എന്നെ വളരെയധികം ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ആർക്കിടെക്ചേഴ്സൊക്കെ. അതായത് എനിക്കിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഈ അൽബേനിയ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ബേറത്ത്. ആൻഡ് ഈ ബേറത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് ബേറത്ത് കാസിൽ. ആൻഡ് ഇതാണ് കാസിലിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചേർച്ചസും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2400 വർഷം പഴക്കമുള്ള കല്ല്. ഷോക്ക് അടിച്ചോ? ഈ കല്ല് എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സത്യം. മറ്റേത് കാസിലിനെ അപേക്ഷിച്ച് നോക്കിയാലും ഈ ഒരു കാസിലിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പല വീടുകളും ഇന്നും വ്യാസയോഗ്യമാണ്. അതായത് നമ്മൾ നോക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റ്, നമ്മൾ ഈ ഒനുഫ്രി റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അടച്ചുപോയി. നമുക്ക് ലോസ്റ്റ് ആവാൻ പറ്റുമോ? ഇവിടെ കുറേ മറ്റേ ഇങ്ങനെ ഊടുകൂട് വഴികളുണ്ട്. അതുവഴിയൊക്കെ നമുക്കിങ്ങനെ നടക്കാം. പഴയ ഡോറൊക്കെ ഉണ്ടോ? ഓ നൈസ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ അകത്തേക്ക് ഒരു വില്ലേജ് പോലെ തന്നെ അല്ലേ? അങ്ങനെ ഓട്ടോമാൻ എംപയറിന്റെ ആർക്കിടെക്ചറിന്റെ ഇടയിൽ കൂടെ കേരളത്തിൽ എവിടെയോ കിടന്ന കുട്ടനാട് കിടന്ന ഞാനും മാവേലിക്ക എവിടാ എന്റെ വീട് എവിടാ? ചെട്ടികുളങ്ങര. ഇന്ന് അഭിജിത്ത് രാജീവും ഒട്ടോമാൻ എംപയർ സിറ്റിയിലൂടെ നടക്കുന്നു. മാനിഫെസ്റ്റിംഗ് എ ലൈഫ് ദാറ്റ് വി ഓൾവേസ് ഡ്രീംഡ് ഓഫ് ദ പാസ്റ്റ് എത്ര ഇയേഴ്സ്? 25 years. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കുറേ വെറൈറ്റി കൈൻഡ് ഓഫ് ഫുഡ്സ് പറഞ്ഞായിരുന്നു. അതായത് അൽബേനിയൻ ട്രഡീഷൻസ് മിക്കതും നമ്മൾ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്തത്. ആൻഡ് ഇതിലെ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. നിങ്ങൾ വേറെ വീഡിയോസ്, നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. ഫസ്റ്റ് തന്നെ ഈ സ്പെക്കാട്ടി നെക്സ്റ്റ് തിങ് ഞാൻ ഇത് ട്രൈ ചെയ്യാം. ഇത് വന്നിട്ട് ഇത് എഗ് പ്ലാന്റ് അല്ലേടാ? ഇത് എഗ് പ്ലാന്റിൽ ചീസും വെജീസും കൂടെ വന്നിട്ടൊരു ഡിഷാണ്. പൊളിയായിട്ടാണ്. എങ്ങോട്ടാ? സത്യം ഈ പുള്ളി ഇവിടെ എത്തിയോ? ഇതിന് ഞാൻ താഴെ കണ്ടല്ലേ? എടാ എനിക്ക് പേടിയാ അബി, എനിക്ക് പേടിയാ.
അബി ആഹാ വാവ് ഇത് കണ്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ വരുവാ. ഇവിടുത്തെ എല്ലാ വഴികളും ഒരുപോലെ ഇരിപ്പുണ്ട്. അപ്പൊ വ്യൂ പോയിന്റ് തപ്പി വേറൊരു റൂട്ട് പോയിട്ടുണ്ട്. ഐ ഹോപ്പ് ഞാനും അതേ വഴിയാണെന്ന്. ഇവിടെ എല്ലാം വീടുകളാണ് ഗൈസ്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് വീടുകളാണ്. നല്ല രസമില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഇങ്ങനത്തെ പഴയ ഏൻഷ്യൻ ഹോംസിലൊക്കെ അകത്ത് വേറെ ലെവലായിരിക്കും. Don't know where he is. I'm just walking through a street which was 2,400 years old. Am I dreaming? ഇവിടുത്തെ പഴയ ഒരു ചർച്ചാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞെല്ലാം കിടക്കുക. ഓട്ടോമൻ എംപയർ ഇവിടെ ഒരു 4 centuries റൂൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ടെന്യൂർ, അതായത് 3rd 4th century ഒക്കെ റൂൾ ചെയ്ത സമയത്ത് ദേ മേഡ് ദിസ് റൂൾ. അതായത് കാത്തലിക്സിന് ചർച്ച് ബിൽഡ് ചെയ്യാനായിട്ട് അവർ പ്രൊഹിബിറ്റ് ചെയ്തു. ആൻഡ് ദേ ഓൺലി അലൗഡ് മൈ ഗോഡ് അവർ അലോ ചെയ്തത് ചർച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം, പക്ഷെ അത് വീട് പോലെ ഇരിക്കണം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ. ഗൈസ് I lost him. അവൻ എൻ്റെ സൈറ്റിൽ അടുത്തൊന്നുമില്ല. I don't know what to do. ഞാൻ ചുമ്മാ റോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരുട്ടാൻ തുടങ്ങും. It was all fun. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതെ. വിശ്വസിക്കാൻ വരെ ഇപ്പുറത്തെല്ലാം ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നുണ്ടെന്നൊക്കെ. അതിൻ്റെ ഈ വഴികളൊക്കെ നോക്കും. പച്ചയായ ജീവിതം. ഇതൊരു മലയാളം മണ്ടക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസമേ. ലവ് വിത്ത് ദിസ് പ്ലേസ്. പഴമന്തരി ആൾക്കാരും അടിപൊളി ഫുഡും വേറെ എന്താണോ വേണ്ടത് അല്ലെ? ബെറത്ത് ആദ്യം ഭരിച്ചിരുന്നത് ഇലീറിയൻസ് ആയിരുന്നു, അതായത് ഒരു 2,400 years ago. അതിനുശേഷം പിന്നെ റോമൻസ് കയ്യേറി. അപ്പോഴാണ് നമ്മൾ ഈ ബ്രിക്സിൻ്റെ ഇടയിൽ നമ്മൾ റെഡ് ബ്രിക്സ് ഒക്കെ കാണാൻ തുടങ്ങിയത്. കാരണം റോമൻസ് ആണ് ആദ്യമായിട്ട് റെഡ് ബ്രിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ റോമൻസിൻ്റെ അത് ഓട്ടോമൻ എംപയറിന് പോയി. അവരൊരു 4 centuries അറൗണ്ട് ഈ സ്ഥലം ബെറത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ഭരിച്ചിരുന്നു. ആൻഡ് അവരുടെ ആർക്കിടെക്ചറാണ് നമ്മൾ ഈ മൊത്തം കാണുന്നത്. ഈ ഫുൾ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട്, വലിയ വൈറ്റ് ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ് ആ ബെറത്ത് സിറ്റി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പിംഗ് തരാം. ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നുക ഇത്രയും അടിപൊളി ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലത്ത് വന്ന് നമുക്കിങ്ങനെ റോം ചെയ്യാൻ പറ്റുന്നതും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതും. എല്ലാം പ്രോപ്പർ വീടുകളാണ്. ഒരു നൈറ്റ് വ്യൂവും കൂടെ ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം രാത്രിയിൽ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, കാണാൻ പറ്റും. ആ റെസ്റ്റോറൻറ്റിൽ ആ പയ്യൻ പറഞ്ഞു
കിഡിലൻ വ്യൂ ആണ്. ആൻഡ് അവനൊരു ഫോട്ടോയും കൂടെ കാണിച്ചപ്പം അത് കണ്ടിട്ടേ ഇനി പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അബിനോട് പറഞ്ഞു. സോ വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദെയർ. ആൻഡ് ഈ കാസിൽ വന്നിട്ട് 24 hours ഓപ്പൺ ആണ്. നമുക്ക് ദർ ഇസ് നോ എൻട്രി ഫീസ് ഓർ, കാരണം ഈ കാസിലിനുള്ളിൽ എന്താ പറയുക, ഒരു സെപ്പറേറ്റ് വേൾഡ് തന്നെ ഇവർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. വി ഗോട്ട് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറേ വീടുകൾ ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ വില്ലേജ് എന്ന് പറയാം. ആൻഡ് ദർ ആർ സ്റ്റിൽ ചർച്ചസ് ഉണ്ട്. വി ഹാവ് സീൻ എ ഫ്യൂ. ഹൗ ഹാപ്പി ആർ യു? Very happy. Me too. Truly happy. Because of me? No, because of കൊള്ളാം ബാച്ചു, എത്ര പെട്ടെന്ന് നോ പറയണ്ടായിരുന്നു. because of Ottoman. താബ്ജ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. വിഷയാണോ? നോക്കട്ടെ, വിച്ച് വൺ? ഇതാണോ അതാണോ? ഫസ്റ്റ് വേണോ? മെയിൻ വ്യൂ കാണാൻ പോവാണ്. ഇന്നലെയും ട്രക്ക് ചെയ്തു, ഇന്നും ട്രക്ക് ചെയ്തു. ഹൗസ് ഇറ്റ്? ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ഒരിക്കലും ഈ ഡേ മറക്കില്ലാന്ന്. ഈ ബേറത്ത് എന്നുള്ള ബ്യൂട്ടിഫുൾ സിറ്റി എന്നും എൻ്റെ മനസ്സിൽ ഒരിടം നേടിയിരിക്കും. അടിപൊളി വ്യൂ, ഭയങ്കര സന്തോഷം. ആൻഡ് ഈ ഡേ നല്ല അടിപൊളിയായിട്ട് പോയി. വി ഹാവ് സീൻ ദ ബ്യൂട്ടിഫുൾ ബെറാത്ത്. നമ്മളെന്താ പാച്ച എപ്പോഴും ഇങ്ങനെ പ്രേതാലയം പോലത്തെ ഒരു സ്ഥലവും, അയ്യാ അഡ്വഞ്ചറസ് ആക്കുക എല്ലാ ട്രിപ്പും. അയ്യാ ഇപ്പൊ എനിക്ക് പേടിയാ. ഇപ്പൊ അമ്മയൊക്കെ വീഡിയോ ആണോ കണ്ടിട്ട് അമ്മ വിളിച്ചിട്ട് പറയാം, യോ എന്തിനാ അവിടെയൊക്കെ പോയി, എന്തിനാ ഇരുട്ടത്തൊക്കെ ഒറ്റയ്ക്ക് പോയേ, അയ്യോ എന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മയുടെ ഒരു കോൾ വരും. വെരി ഡേഞ്ചറസ് ഇറക്കമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ഗോർക്ക ബ്രിഡ്ജിലേക്ക് പോവാണ്. ഗോർക്ക ബ്രിഡ്ജ് ഒസം നദിക്ക് ക്രോസ് ആയിട്ട് ഗോർക്ക എന്ന ഗ്രാമത്തിനെയും മംഗളേമി എന്ന ഗ്രാമത്തിനെയും കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതത്. ആ ലൈറ്റ് കാണുന്ന സ്പോട്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ എല്ലാം കവർ ചെയ്തത്. ബ്യൂട്ടിഫുൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ കുട്ടി ചാനൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പം എങ്ങനെയാ പോവല്ലേ ഗൈസ്? നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ 3 hours 23 minutes. Till then, bye-bye.